ഡാർക്ക് ഹ്യൂമർ ജോണറിൽ വന്ന സിനിമയ്ക്ക് ഒരു പരിധി വിട്ടപ്പുറത്തേക്ക് എല്ലാവരോട്ടും എത്താറില്ല. ഒരു സെക്ഷൻ ഓഫ് ഓഡിയൻസിന് മാത്രമാണ് വർക്ക് ആവാറുള്ളത്. കൂടുതലും ഫാമിലി ഓഡിയൻസിലോട്ടേക്ക് അത് എത്താറില്ല എന്നുള്ളൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അവർക്കത് അധികം ഇഷ്ടപ്പെടാറില്ല എന്നുള്ളൊരു ചാലഞ്ച് ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് വർക്ക് ചെയ്യാൻ ഒരു കിക്കായിരുന്നു. കാരണം നമുക്ക് ഈ ഫാമിലിനെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഫാമിലിയെ യൂസ് ചെയ്തുകൊണ്ടൊരു ഡാർക്ക് ഹ്യൂമർ സബ്ജക്റ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പടത്തിൻ്റെ ചീഫായിട്ടുള്ള സാംസൺ എപ്പോഴും പറയായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ ഈ ഡാർക്ക് ഹ്യൂമർ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു സെക്ഷൻ ഓഡിയൻസ് ഉണ്ട്. ഇവിടെ മലയാളത്തിൽ വന്ന ഡാർക്ക് ഹ്യൂമർ സിനിമകളൊക്കെ അവർക്ക് മാത്രമേ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഒരു ജനകീയ ഡാർക്ക് ഹ്യൂമർ ഹിറ്റ് ഇവിടെ വന്നിട്ടില്ല. അതാണ് അവനും ഈ പടത്തിലൊരു കിക്ക് ഉള്ളതെന്ന് പറഞ്ഞു. നമുക്ക് അതടിക്കാൻ പറ്റുമെന്ന് നോക്കണം എന്നുള്ളത് അവൻ എപ്പോഴും പറയായിരുന്നു. ശരിയാ, ഒരു ജനകീയ ഡാർക്ക് ഹ്യൂമർ ഹിറ്റ് വന്നിട്ടുണ്ടാവില്ല. അതിൻ്റെ പ്രധാന കാരണം ഫാമിലി ഓഡിയൻസ് അങ്ങ് ബാക്ക് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം അത് അടിക്കണം എന്നുള്ളൊരു ഹൈ നമുക്ക് ഉണ്ടായിരുന്നു. ആദ്യമേ പേടിയുണ്ടായിരുന്നു. പക്ഷേ ഈ ജോണറിന് അങ്ങനെ പ്രശ്നം ഉണ്ടല്ലോ എന്നുള്ളതുകൊണ്ട്. പക്ഷേ നമ്മുടെ പേഴ്സണൽ ഫേവറേറ്റ് ആണെന്നുള്ളത് നമുക്കിതിൽ മാക്സിമം ചെയ്യാൻ പറ്റും. സ്റ്റിൽ മാക്സിമം ഇപ്പോഴും ചെയ്തിട്ടില്ല. കാരണം ഈ ഫാമിലി ഓഡിയൻസിനെ തന്നെ മനസ്സിൽ കണ്ടു എന്നുള്ളതുകൊണ്ട് തന്നെ കുറേയൊക്കെ നമ്മൾ സ്ക്രിപ്റ്റിലും അല്ലെങ്കിൽ തോമസ് ഏട്ടനോടൊക്കെ ഞാനിതിൻ്റെ ആദ്യം പിച്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന പല കാര്യങ്ങളും നമ്മൾ റൈറ്റിങ്ങിൽ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഈ ഫാമിലി ഓഡിയൻസിന് ഉള്ളതുകൊണ്ട് മാത്രം പേടിച്ചിട്ട് അതൊക്കെ ചെയ്തിട്ടുള്ളത്. സ്റ്റിൽ ഇപ്പോൾ തിയേറ്ററിലോട്ടേക്ക് ഈ ഒരു ജോണർ കാണാൻ കുടുംബമാണ് വരുന്നത് എന്നുള്ളതുകൊണ്ടും, എസ്പെഷ്യലി ഇതിൻ്റെ ക്ലൈമാക്സിലൊക്കെ ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അത് കണ്ട് ഏറ്റവും കൂടുതൽ കൈയടിച്ച് ചിരിക്കുന്നതൊക്കെ ഫാമിലീസാണ്. അപ്പോൾ അതിലൊരു അങ്ങനെ നമുക്ക് ഫാമിലീസിനെ ഈ ജോണറിലോട്ട് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ ചോദിച്ചിരുന്നല്ലോ, അപ്പോൾ അത് പ്രശ്നമായി തോന്നില്ലേ ഓഡിയൻസിന് എന്നുള്ളത്. പക്ഷെ അവരെല്ലാവരും ചിരിച്ചിട്ടാണ് വരുന്നത്. ഡാർക്ക് ഹ്യൂമറായിട്ട് തന്നെ എടുക്കാൻ നമ്മുടെ ആളുകൾക്ക് പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസറൊക്കെ ആവും ആളുകൾ, ഇല്ലെന്നൊന്നും പറയുന്നൊന്നുമില്ല. പക്ഷേ നമ്മളത് അവതരിപ്പിക്കുന്നത് പോലെ ഉണ്ടാവും. നമ്മൾ ചിരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരിക്കലും മോഹിനിയാട്ടം കണ്ട ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഇന്ന് ഒരുത്തനെ തട്ടി ചാക്കിലാക്കാം എന്ന പ്ലാനോട് കൂടി പോവില്ല എന്നൊരു വിശ്വാസം ആദ്യമേ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് തോന്നിട്ടുള്ളത്.